നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ആസ്പെറ്റോസ് പൈപ്പിൽ എങ്ങനെയാണ് ചെടി നടുക എന്നുള്ള ഇതിലൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അരേലിയ ആണ്. ഈ ഒരു ആസ്പെറ്റോസിൻ്റെ ഒരു പൈപ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 കഷ്ണാക്കി എടുക്കുക. അതിന് വെള്ള പെയിൻ്റ് അടിച്ചതാണ് ഇവിടെ. ഇതിലൊക്കെ ചെടികൾ നടാനുള്ളതാണ്. ഇത് ഒരു അടിക്കൊരു ചാണ് താഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൊള്ളി വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കല്ലിട്ട് ഈ ചകിരിച്ചോറ്, കാലിവളം, മണലൊക്കെ കൂട്ടിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെടി നടുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റായിട്ടത് ഉറപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ അത് തട്ടി കളയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിയിലൊരു കൊള്ളി നല്ല ബലത്തിൽ അടിച്ച് താഴ്ത്തിയിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അരേലിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. അതാണ് ഫസ്റ്റായിട്ട് നട്ടിട്ടുള്ളത്. ഇനി അപ്പുറത്തൊക്കെ ബാക്കി നടാനിരിക്കണമല്ലോ. ഇത് ഈ പൈപ്പ് മുറിക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മുറിച്ച ഒരു 4 കഷ്ണം ഇത് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കണ, ബാത്റൂമിൻ്റെ എയർ പോകാനും പിന്നെ അടുപ്പിന് പുകക്കോലൊക്കെ വെക്കില്ല, അങ്ങനത്തെ ഒരു പൈപ്പാണ് അത്. ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ 4 കഷ്ണാക്കി എടുക്കുക. ഈ ചെടീൻ്റെ പേരറിയില്ല. ഇത് ഇങ്ങനെ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 8 പൈപ്പാണ്, 2 പൈപ്പ് മുറിച്ചിട്ടാണ് 8 കഷ്ണാക്കിയിട്ടുള്ളത്. ഒന്നിന്മേൽ 4 കിട്ടുന്നുണ്ട്. അത് കറക്റ്റാക്കി മുറിച്ചെങ്കിൽ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളതിനൊരു ആക്സോ ബ്ലേഡ് ഫുള്ളായിട്ട് മുറിക്കണ്ട, അതിനൊരു ലൈൻ ഇട്ടിട്ട് ആ പൈപ്പിൻ്റെ ഒരു കട്ടിയുണ്ട്, ഒരു 1/4 ഇഞ്ച് വരുള്ളൂ. അത് നമ്മൾ 1/4 ഇഞ്ച് വരില്ല, അതിൻ്റെ ഒരു കുറഞ്ഞൊരു ഭാഗം ഒരു 2 സെൻറ്റിമീറ്റർ അത് മുറിച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് വെല്ലൊന്ന് ബലം കൊടുത്താൽ തന്നെയാണ് പൊട്ടിപ്പോരും. അതിന് വലിയ ഇത് ഒന്നായിട്ട് മുറിക്കൊന്നും കണ്ട് മുറിക്കാൻ എളുപ്പമാണത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ചെടികൾ നടാം. ഈ ചെടിക്ക് ഒരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ചട്ടിയിൽ നിന്ന് മാറ്റി നട്ടുമ്പോൾ മണ്ണ് കൂടുതലായതുകൊണ്ട് കുറച്ച് വേര് പൊട്ടിപ്പോയതുകൊണ്ടാണ് വാട്ടം വന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ചെടിയാണ്. ഇത് ശരിയാവുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ എല്ലാ പൈപ്പിലും എന്ന് തന്നെ ചെടികൾ നടുന്നുണ്ട്. അത് ഓരോ ചെടികളും സെലക്ട് ചെയ്ത് നമ്മൾ അത് വളവും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് പിന്നെ കാലിവളം, അതുപോലെ തന്നെ മണൽ, ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് അത് ആ പൈപ്പ് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നടുകയാണ് ചെയ്യുന്നത്. ഇത് ഈ പുല്ല് ഒക്കെ കൊത്തിയിട്ട് പിന്നെ അവിടെ തന്നെ വീണ്ടും അവിടെ നട്ടുപിടിപ്പിച്ചതാണ്. ഈ പുല്ല് വിരിച്ചത് കുറച്ച് നാശമായിട്ടുണ്ട്. അത് ഒരാഴ്ച കൊണ്ട് ശരിയാവുമെന്ന് കരുതുന്നു. പിന്നെ ഈ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ ആ ചളി പൈപ്പിലൂടെ ഇറങ്ങിയിട്ട് വൃത്തികേടാകാൻ സാധ്യത ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അപ്പം തന്നെ കഴുകി കൊടുക്കുക. ഇതൊരു സ്പൈഡർ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുണ്ടാവും. ഇത് ഈ സൈഡിലേക്ക് ഇതിൻ്റെ തൈകളാണ് ഈ വരുന്നത്. എന്നാൽ വേരൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വേര്. അത് നട്ടിട്ടുണ്ടെങ്കിലും പിന്നെ അവിടെ മുകളിലുള്ള മദർ പ്ലാന്റിൽ നിന്ന് പറിച്ചിട്ട് അങ്ങനെയും നടാം. നല്ലൊരു ചെടിയാണത്. നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ സ്പൈഡർ ഇതിങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഇങ്ങനെ അത് ചുറ്റുഭാഗത്തും ഇങ്ങനെ തൂങ്ങിക്കുന്ന നല്ലൊരു രസമുള്ളൊരു ചെടിയാണ്. അതും നട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 8 സ്റ്റെമ്പാണ് പൈപ്പാണ് ഞാൻ കുഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ അതുപോലെ തന്നെ കണ്ടാൽ അതാണെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല, ഇത് വേറൊരു പുല്ല് സൈസ് ആയിട്ടിങ്ങനെ നിൽക്കുക. ഇതിന് ചെറിയ കിഴങ്ങുകളാണുള്ളത്. നമ്മൾ ചെറിയ ഒരു അരവിരൽ നീളത്തിലുള്ള വണ്ണം കുറഞ്ഞ ഒരു കിഴങ്ങുകളാണിത് ഈ ചെടിക്കുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഈ പൈപ്പിൽ നന്നായി വളരുന്ന കരുതുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് നട്ടതാണ്. ഇത് നമ്മൾ ചട്ടിയിൽ ആദ്യം പിടിപ്പിച്ചിട്ട് ഇതിൽ നടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പോകില്ല എന്ന് കരുതുന്നുണ്ട്. ഇത് നന്നായിട്ട് വളർന്ന്
കരുതാണ് ഈ അതായത് ഈ സ്പൈഡർ ഇങ്ങനെ തൂങ്ങിക്കണം. അത് നമുക്കൊരു ചെടിയായിട്ട് വേറെ ചെടിയായിട്ട് ഇരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ പൂന്തോട്ടത്തിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്, ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റ വന്നിട്ടുണ്ട്. അത് തേന് കുടിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റയാണ്. പിന്നെ ഇതിൻ്റെ പേരറിയില്ല. ഇതും തന്നെ ഈ പൈപ്പിൽ നട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് പെട്ടെന്ന് തൈകൾ വരുമ്പോൾ തന്നെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് തൈകൾ വരുന്നതാണ്. ഇത് ചട്ടിയിൽ നമ്മൾ ആദ്യം പിടിപ്പിച്ച് വെച്ചാണ്. ഇതൊരു മദർ പ്ലാന്റ് ആയിരുന്നു. ഇതിന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മദർ പ്ലാന്റ് ഇതിൽ വെക്കുക ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വില കൂടിയൊരു ചെടിയാണിത്. ഇത് 80-85 രൂപയൊക്കെ നഴ്സറികളുണ്ട് ഇതിൻ്റെ വില. പിന്നെ ഇതിൻ്റെ പേരറിയില്ല. ഇത് തൂക്കുചട്ടിയിലൊക്കെ നമ്മൾ നടുന്നതാണ്. ഇത് നല്ല വെയിലുള്ളതിട്ടുണ്ടെങ്കിൽ നല്ല വയലറ്റ് കളറായി കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഉണ്ട്. ഇതും തന്നെ നമ്മൾ തൂക്കുചട്ടിയിൽ നട്ടിരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ഭംഗിയാവും. പിന്നെ അപ്പുറത്തുള്ളത് വേറെ ചെടി. ഇത് ഒരു പുല്ല് രൂപത്തിലുള്ളതാണ്. ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നല്ല കുഴപ്പമില്ലാതെ വളരുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല അതിൻ്റെ പൈപ്പിൻ്റെ മുകൾ ഭാഗം വെട്ടിയെടുത്ത് അവിടെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കത് ശരിക്കും വളരാമല്ലോ. ഏതായാലും ഈ ചെടികളൊക്കെ നട്ടിട്ട് നന്നായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ കാണുന്നത്. ഈ പുല്ലുകളൊക്കെ ശരിയായിട്ട് വരണുള്ളൂ. പുല്ല് ഒക്കെ ചെത്തി ലെവലാക്കി കട്ട് ചെയ്തിട്ട് നിർത്തിയാണ്. ചില ഭാഗങ്ങൾ വന്നിട്ടില്ല. അതൊക്കെ നമുക്ക് റീഫില്ല് ചെയ്യേണ്ടതിൻ്റെ ഇത് അരയലിയാണ്. അങ്ങനെ ഇത് നന്നായിട്ട് നട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ചെടിക്ക് പറഞ്ഞൊരു വാട്ടുണ്ട്. മറ്റേ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നട്ടിട്ടുള്ളൊരു നമ്മളൊരു അരമണിക്കൂറിൻ്റെ മുന്നേ ഒക്കെ പറിച്ച് നട്ടതാണ്. ഇതൊക്കെ ആദ്യം ഫില്ല് ചെയ്ത് വെച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ഒന്നായിട്ട് അങ്ങോട്ട് നടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നമസ്കാരം.